കെ സുധാകരനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ചത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രാദേശിക പ്രവർത്തകരെന്ന കണ്ടെത്തലുമായി കണ്ണൂർ DCC. KPCC നേതൃത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ കണ്ണൂരിൽ കെ സുധാകരനെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രാദേശിക പ്രവർത്തകരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കണ്ണൂർ DCC. സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നും അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചതിൽ അപാകതയില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചപ്പോഴാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നടന്ന സമരസംഗമം പരിപാടിയിലാണ് KPCC പ്രസിഡന്റിനും സഹഭാരവാഹികൾക്കും മുദ്രാവാക്യം വിളിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കാത്ത കെ സുധാകരന് വേണ്ടി മാത്രം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് DCCയുടെ കണ്ടെത്തൽ സത്യമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പങ്കെടുക്കാത്ത സുധാകരന് മാത്രമാണ് ഇവിടെ മുദ്രാവാക്യം ഉയർന്നത്. മറ്റൊരു ശബ്ദവും ഇവിടെ ഉയർന്നില്ല. പുറത്താക്കപ്പെട്ട പ്രാദേശിക പ്രവർത്തകരായിരുന്നു മുദ്രാവാക്യം വിളിച്ചതെങ്കിൽ അവിടെ പങ്കെടുത്തവരെല്ലാം പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവരോ ആണെന്ന് വേണം കരുതാൻ. മറുപക്ഷക്കാർ ഉണ്ടായിരുന്നെങ്കിൽ സുധാകര പക്ഷക്കാർ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ തിരിച്ചു മുദ്രാവാക്യം മുഴക്കുമായിരുന്നു. മാത്രവുമല്ല, പുറത്താക്കിയവർ അവഹേളിക്കാൻ നടത്തിയ മുദ്രാവാക്യം വിളി തടസ്സപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. മുഖം രക്ഷിക്കാൻ DCC നടത്തിയ പുറത്താക്കൽ പ്രസ്താവന സാധാരണ ജനത്തിന് ദഹിക്കുമെന്ന് കരുതാനാകില്ല. കെ സുധാകരൻ പക്ഷത്തിന് സമരസംഗമം പരിപാടിയുമായി ബന്ധപ്പെട്ട് DCC നേതൃത്വത്തോടുണ്ടായിരുന്ന എതിർപ്പാണ് മുദ്രാവാക്യങ്ങളായി പുറത്തു വന്നത്. ഇതിൽ നാണം കെട്ടതാകട്ടെ KPCC പ്രസിഡന്റും UDF കൺവീനറും ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും. കൺവെൻഷനെത്തിയ ഒരു നേതാവിനും പ്രവർത്തകർ ജയ് വിളിച്ചില്ല. പകരം പരിപാടിയിൽ പങ്കെടുക്കാത്ത കെ സുധാകരന് വേണ്ടി മാത്രം മുദ്രാവാക്യമുയർത്തി. സ്വന്തം ജില്ലയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അകാരണമായി അപമാനിക്കപ്പെട്ടു എന്ന തോന്നലാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ DCCയോട് വിശദീകരണം തേടാൻ KPCC നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ കെ സുധാകരനെ ചൊല്ലിയുള്ള തർക്കമായതിനാൽ കനപ്പിച്ച് എന്തെങ്കിലും പറയാൻ നേതാക്കൾക്ക് പറ്റാത്ത അവസ്ഥയുമാണ്. കെ സുധാകരൻ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചതുകൊണ്ടാണ് സമരസംഗമം പരിപാടിയുടെ പോസ്റ്ററിൽ കെ സുധാകരന്റെ ഫോട്ടോ ആദ്യം ഉൾപ്പെടുത്താത്തത് എന്നാണ് DCC നേതൃത്വം പറയുന്നത്. മുദ്രാവാക്യം വിളിച്ചതിൽ നേതാക്കൾ ആരുമില്ലെന്നും പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയ പ്രവർത്തകന്റെ നേതൃത്വത്തിലാണ് മുദ്രാവാക്യം വിളിച്ചതെന്നുമാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞത്. എന്നാൽ പരിപാടി നടന്ന ഹാളിന് പുറത്ത് കെ സുധാകരന്റെ മാത്രം ഫ്ലെക്സുകൾ സ്ഥാപിച്ചും കണ്ണൂരിൽ കെ സുധാകര പക്ഷക്കാർ മാത്രം ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കാതെ വയ്യ.